ഈ സമയം പോകുന്തോറും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വരും. കാരണം ഉച്ചയ്ക്ക് ശേഷം വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ടാകും, പുഴയിൽ വിസിബിലിറ്റി കാഴ്ച കുറയുന്ന സാഹചര്യമുണ്ടാകും, ഒഴുക്ക് ഒരുപക്ഷെ മഴ പെയ്താൽ വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ ഇതൊന്നുമില്ലായിരുന്നു, ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അവിടെ കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എന്തിൻ്റെ പേരിലാണ് ആദ്യ മണിക്കൂറുകളിൽ പുഴയിൽ ഇറങ്ങാൻ അനുമതി കിട്ടാതിരുന്നത്? ഈ വൈകുന്നേരം ദൗത്യം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു, നാളെ രാവിലെ 8:30 ഈ ദൗത്യം പുനരാരംഭിക്കണം, രാവിലെയുള്ള സമയം അനുകൂലമായ സാഹചര്യം മുതലെടുക്കണമെന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞതാണ്. കൃത്യം 8:30 തന്നെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയും ഈശ്വർ മാൽപ്പെ വെള്ളത്തിലിറങ്ങാനായി ഇവിടെ എത്തി. എന്നാൽ ഈശ്വർ മാൽപ്പെ ആ സമയത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഈശ്വർ മാൽപ്പെ വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തടയുകയും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയില്ല, കളക്ടർ എത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനുശേഷം 1.5 മണിക്കൂർ വൈകി 10 മണിയോടുകൂടിയാണ് ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ ഡൈവിംഗ് പൂർത്തീകരിക്കാനുള്ള പരമാവധി സ്ഥലത്ത് പരിശോധന നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ രാവിലെ പറഞ്ഞത് വളരെയധികം ശരിയാണ് എന്ന് ഇവിടെ ഈ ഗംഗാവാലിയുടെ കരയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗംഗാവാലിയിൽ പതിയെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പെ രാവിലെ തന്നെ അത് പറഞ്ഞിരുന്നു. ഉച്ചയാകുന്നതോടുകൂടി ജലനിരപ്പ് ഉയരും. ഇത്രയും സമയം താഴേക്കാണ് ഓളങ്ങൾ, ഡൗൺ സ്ട്രീമിലേക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കടലിൽ നിന്നും വെള്ളം മുകളിലേക്ക് കയറുന്നു. ഗംഗാവാലിയിലെ ജലനിരപ്പ് പതിയെ ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിയുന്നതോടുകൂടി ഈ ജലനിരപ്പ് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിസിബിലിറ്റി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് രാവിലെയുള്ള സമയമായിരുന്നു. അത് ഈ ഒരു ഏകോപനത്തിലുണ്ടായിട്ടുള്ള വീഴ്ച കാരണം അത് വളരെയേറെ സമയം വൈകുകയും ചെയ്തു. ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകി മാത്രമാണ് ഈ ദൗത്യം തുടരാൻ കഴിഞ്ഞത്. ഏതായാലും നിലവിലിപ്പോൾ ഈശ്വർ മാൽപ്പെ അടുത്ത ഡൈവിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. രണ്ടുപേരും, ഈശ്വർ മാൽപ്പയും കൂടെയുള്ള മാൽപ്പെ സംഘത്തിലെ മറ്റൊരു മുങ്ങൽ വിദഗ്ധനും അടുത്ത ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ ട്രക്കിൻ്റെ ഈ ഒരു ജാക്കി, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ മുങ്ങി പരിശോധന നടത്തുന്നത്. അതീവ സാഹസികമായി ഈശ്വർ മാൽപ്പെ തന്നെയാണ്, ഔദ്യോഗിക സംവിധാനങ്ങളുടെ എല്ലാം സഹായമുണ്ടെങ്കിലും ഈശ്വർ മാൽപ്പെ തന്നെയാണ് ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും ഗംഗാവാലിയിൽ ഇറങ്ങി പരിശോധന നടത്താൻ സന്നദ്ധനായ ഒരു മത്സ്യത്തൊഴിലാളിയായ മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ മാൽപ്പെ. ഈ ഒരു തിരച്ചിൽ, ഈ ഷിരൂർ ദൗത്യം 1-ാം ഘട്ടത്തിൽ ഗംഗാവാലി ഉള്ളത് ഇങ്ങനെ ആയിരുന്നില്ല. കരകവിഞ്ഞൊഴുകുന്ന, കുത്തിയൊഴുകുന്ന ഗംഗാവാലിയായിരുന്നു. ഗംഗാവാലിയുടെ ഒഴുക്കിൻ്റെ വേഗത 6 മുതൽ 8 നോട്ട്സ് വരെയായിരുന്നു. ആ സമയത്തും യാതൊരു മടിയും കൂടാതെ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ, പരിശോധന നടത്താൻ ഈശ്വർ മാൽപ്പയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം അതിനുള്ള ആത്മധൈര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ 2-ാം ഘട്ടത്തിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലും ഈശ്വർ മാൽപ്പെ സദാ സന്നദ്ധനായിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്താൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പല തവണയായി 5 ഡൈവിംഗ് ഈശ്വർ മാൽപ്പെ പൂർത്തീകരിച്ചു. അദ്ദേഹം 6ാമത്തെ ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മാൽപ്പെ സംഘത്തിലെ മറ്റൊരു മുങ്ങൽ വിദഗ്ധൻ കൂടി ഡൈവിംഗ് നടത്താനുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. മറ്റൊരു ഭാഗത്ത്, അത് ഈ തീരത്തോട് ചേർന്ന ഭാഗത്താണ് ഈശ്വർ മാൽപ്പെ തിരച്ചിൽ നടത്തുന്നത്. ട്രക്കിൻ്റെ ജാക്കി കണ്ടെത്തിയ ഭാഗത്താണ്. മറ്റൊരു ഭാഗത്ത് അല്പം കൂടി മാറി മധ്യഭാഗത്തേക്ക്, അതായത് ഈ മൺകൂനയ്ക്കും കരയ്ക്കും മധ്യഭാഗത്തായി അത് ഇപ്പോൾ നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധൻ വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. 2 പേരാണ് ആ നേവിയുടെ സംഘത്തിലുള്ളത്. ഏതായാലും വളരെ ഊർജിതമായി തന്നെ ഈ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഈ നേവിയുടെ സംഘവും ഈശ്വർ മാൽപ്പയുടെ സംഘവുമാണ് ഇപ്പോൾ ഗംഗാവാലിയുടെ ആഴങ്ങളിൽ ഇറങ്ങി പരിശോധന നടത്തുന്നത്. എന്തെങ്കിലും തരത്തിൽ ഇന്ന് ഈ ഗംഗാവാലിയിൽ നിന്നും കാര്യമായി എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപ്പെ നേരത്തെ ഈ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്.